ചെറിയ ഒരു ഇടവേളയ്ക്ക് ശേഷം വണ്ടിയുടെ റീടെസ്റ്റ് പാസ്സായി, വണ്ടിക്ക് ഫിറ്റ്നസ് ആയിട്ടുണ്ട്. അപ്പോൾ വീട്ടിൽ കയറി എന്റെ മുഷിപ്പൊക്കെ മാറിയതിന്റെ സന്തോഷത്തിൽ നമ്മൾ ഇന്ന് ജോലിക്കായിട്ട് ഇറങ്ങുവാണ്. ഇന്ന് കൊല്ലം വരെയാണ് പോകുന്നത്. വേറെ ഒന്നുമല്ല, ചിരട്ട എടുക്കാൻ വേണ്ടി പോവാണ്. ചിരട്ടയ്ക്ക് ഇപ്പോൾ വലിയ ഡിമാൻഡാണല്ലോ. അപ്പം ചിരട്ട നമുക്ക് എടുത്ത് സ്ക്രാപ്പ് കടയിൽ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ക്യാഷ് കിട്ടും. ഇന്നെന്തായാലും എടുക്കുന്നിടത്ത് പുള്ളിക്കാരൻ വിളിച്ചു ചിരട്ട കിടപ്പുണ്ടെന്ന് പറഞ്ഞു. പമ്പിൽ വന്ന് ഡീസലൊക്കെ അടിച്ചതിന് ശേഷം നേരെ പോയി. ഹൈവേ കൂടെ പോകുന്ന യാത്ര ചെയ്യാന്ന് വെച്ചാൽ വളരെയധികം ബുദ്ധിമുട്ടാണ്. കാര്യം ഹൈവേയുടെ പണി ഇവിടെ ഒന്നും പൂർത്തിയായിട്ടില്ല. വടക്കോട്ടുള്ള ഭാഗത്തൊക്കെയാണ് പൂർത്തിയായിട്ടുള്ളത്. തെക്കോട്ട് ഇനി പണി നടക്കുകയാണ്. റോഡിൽ ഫുള്ള് മെഷീനറീസും അതേപോലെ തന്നെ ക്രൈനുകളും റോഡ് റോളറും ഭയങ്കര ബ്ലോക്കും കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ ഇന്ന് പരിസ്ഥിതി ദിനം ആയതുകൊണ്ട് തന്നെ റോഡിലൊക്കെ ചെറിയ സ്കൂൾ കുട്ടികളുടെ പരിപാടികളൊക്കെ നടക്കുന്നുണ്ട്. അപ്പോൾ സൈക്കിൾ റാലി പോലെ എന്തോ സംഭവമാണ്. ഇവിടെ നമ്മളിവിടെ ഹൈവേയുടെ പണി തുടങ്ങിയിട്ട് സ്ഥലമെടുക്കാനൊക്കെ തുടങ്ങിയിട്ട് 2 വർഷത്തോളം ആവുന്നു. 2 വർഷം മുമ്പൊക്കെ ഇതുവഴി പോകുമ്പോൾ റോഡിന്റെ ഇരു സൈഡുകളിലായിട്ട് നമുക്ക് തണലേകിരുന്ന വലിയ വലിയ മരങ്ങളുണ്ടായിരുന്നു. ആ മരത്തെയൊക്കെ ഇപ്പോൾ കാണുന്നില്ല, അതൊക്കെ ഓർമ്മയായി മാറി. അന്നത്തെ കാലത്ത് ആ മരത്തിലൊക്കെ നമ്മൾ ലോങ് യാത്രയൊക്കെ പോയിട്ട് വരുമ്പോൾ NH47 ആയിരുന്നു അന്ന്. ഇന്നാണ് NH66 മാറിയത്. അപ്പോൾ അന്നൊക്കെ നമ്മൾ ലോങ് ഒക്കെ യാത്ര പോകുമ്പോൾ ഹൈവേ ഉടനീളം ഇതുപോലുള്ള മരങ്ങളുള്ളപ്പോൾ അവിടെ ആ മരത്തിന്റെ തണലിലൊക്കെ നമ്മൾ ഇരുന്ന് കാറ്റുകൊള്ളുകയും വിശ്രമിക്കുകയൊക്കെ ചെയ്യുന്നത്. ഒരുപാട് പേർക്ക് ഒരുപാട് ഉപകാരമുള്ള മരങ്ങളാണ് വെട്ടിനശിപ്പിച്ചത്. എന്നാൽ ചോദിക്കും നമുക്ക് വികസനം നടത്തേണ്ടതാണ്. പക്ഷേ ഇനി ചെയ്യേണ്ടതെന്ന് വെച്ചാൽ വലിയ വലിയ സിറ്റികളിലൊക്കെ ഇപ്പോൾ ചെയ്തു വരുന്ന വലിയ വലിയ രാജ്യങ്ങളും ചെയ്തു വരുന്നത് റോഡൊക്കെ ചെയ്ത് നവീകരിച്ചതിന് ശേഷം ഡിവൈഡറിന് സൈഡിലായിട്ടും റോഡിന്റെ ഡിവൈഡറിലും എല്ലാം മരങ്ങൾ വെച്ച് പിടിപ്പിച്ചിട്ട് അതൊക്കെ നമ്മൾ എന്തോന്നാക്കിയിട്ട് ഈ നമുക്കും പ്രതീക്ഷിക്കാം നമ്മുടെ നാട്ടിൽ ഇതുപോലുള്ള മരങ്ങളൊക്കെ വെച്ച് പിടിപ്പിക്കുമെന്ന്. പക്ഷേ ഇപ്പം നമുക്ക് റോഡ് നോക്കിക്കഴിഞ്ഞാൽ ഫുള്ളും മരുഭൂമി റോഡൊക്കെയാണ്. വളരെ വിഷമമാണ്. കാര്യം നമുക്ക് മാനസികമായിട്ടും ശാരീരികമായിട്ടും എല്ലാം ബുദ്ധിമുട്ടാണ്. അതേപോലെ തന്നെ ബ്ലോക്കും കാര്യങ്ങളൊക്കെ പിന്നെ നമ്മുടെ സാഹചര്യങ്ങളൊക്കെ കൊണ്ടുപോകണം. ഈ ചവറ ടൈറ്റാനത്തിന്റെ ഏരിയയാണ് ഈ കാണുന്നത്. അപ്പോൾ ഈ ഏരിയയിൽ എന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കര ട്രാഫിക് ബ്ലോക്കാണ് ഈ സമയത്തൊക്കെ. നമുക്ക് സ്കൂൾ ടൈമും വർക്കിംഗ് ഡേ ഒക്കെ ആയി കഴിയുമ്പോൾ ഇതിലെ പോകാനേ പറ്റത്തില്ല. അങ്ങനെ നമ്മൾ വെട്ടി നശിപ്പിച്ച മരത്തിന്റെ ഓർമ്മകൾ പറഞ്ഞ കാര്യം ഓർക്കുമ്പോഴാണ് ആ മരത്തിന്റെ കൂട്ടത്തിൽ ഒരുത്തനെ അവർ വെട്ടാൻ നിർത്തിയേക്കുവാണോ ഒന്നും അറിയത്തില്ല. ഇതേപോലുള്ള ഒരുപാട് ഏറെ മരങ്ങൾ ഹൈവേ സൈഡിലുണ്ടായിരുന്നു. അതിനെല്ലാം വെട്ടി നശിപ്പിച്ചു കഴിഞ്ഞു. നമ്മുടെ പരിസ്ഥിതിക്ക് ആവശ്യമായിട്ടുള്ള പറവുകളെല്ലാം കൂടി വെച്ചിരുന്ന മരങ്ങളെല്ലാം വെട്ടി നശിപ്പിച്ചു. അവരൊന്നും ഇപ്പോൾ കാണാനേ ഇല്ല. അപ്പോൾ ഇതൊക്കെ ഓർക്കുമ്പോൾ ഈ ഒരു ദിവസത്തിൽ ഇതൊക്കെ ഓർത്ത് വളരെ വിഷമമായി. ഈ ഹൈവേ കൂടെ പോയപ്പോൾ ആ മരങ്ങളൊക്കെ മനസ്സിൽ ഓർമ്മ വന്നു. അതുകൊണ്ട് ബ്ലോക്കൊക്കെ ആയതുകൊണ്ട് തന്നെ നമ്മൾ ഒരുപാട് ബുദ്ധിമുട്ടിയാണ് അവിടെ എത്തിയത്. ഇപ്പോൾ നീണ്ടകര പാലത്തിൽ ബ്രിഡ്ജിലായി. ഇവിടെയൊക്കെയെന്ന് വെച്ചാൽ ഭയങ്കര ഞെരുക്കമാണ് റോഡ്. ഇരു സൈഡിലായിട്ട് റോഡ് പണി നടക്കുന്നതുകൊണ്ട് തന്നെ ഈ ബ്രിഡ്ജിലൂടെയാണ് വണ്ടികളും പോകുന്നത്. ബ്രിഡ്ജ് ആകെപ്പാട് കുണ്ടും കുഴിയാണ്. ഭയങ്കര അപകടം നിറഞ്ഞത്. ഇതിലെ പോകുന്നവരൊക്കെ വളരെ ശ്രദ്ധിച്ചു വേണം. പ്രത്യേകിച്ച് രാത്രി ബൈക്കുകാരൊക്കെ പോകുകയാണെന്നുണ്ടെങ്കിൽ വളരെ ശ്രദ്ധിച്ചു വേണം. കാര്യം കുണ്ടും കുഴിയൊക്കെ ഒരുപാടുണ്ട്. കൊല്ലം ടൗണിലെത്തിയിട്ടുണ്ട്. അവിടെ നമ്മൾ ചേട്ട കളക്ട് ചെയ്തിട്ടുണ്ട്. ആഴ്ച നമ്മളവിടെ വന്ന് കളക്ട് ചെയ്തുകൊണ്ടിരുന്നതാണ്. അപ്പോൾ നമ്മൾ വണ്ടി ഇല്ലാത്തതുകൊണ്ടാണ് കുറച്ച് ദിവസമായി വന്നിട്ട്. എന്തായാലും ഇന്നത്തെ ദിവസം നമുക്ക് കിട്ടിയ ലക്കാണ്. അങ്ങനെ സാധനം ഫുൾ ലോഡാക്കിയിട്ട് നമ്മൾ കായംകുളത്തിന് വിട്ടു. കായംകുളത്താണ് നമ്മൾ കൊടുക്കുന്നത്. അടുത്തൊരു വിഷയം എന്ന് വെച്ചാൽ നമ്മുടെ നാട്ടിൽ പരിഹരിക്കേണ്ടത് ഈ ലെവൽ ക്രോസ് ആണ്. 2-3 ട്രെയിൻ പോയി കഴിഞ്ഞാൽ നമുക്ക് എന്ത് അത്യാവശ്യമായിട്ടും ആംബുലൻസ് പോലും നമ്മൾ ക്രോസ് ചെയ്യുന്ന ഇങ്ങനെ ബ്ലോക്കായി കിടക്കുന്ന അവസ്ഥയാണ്. അപ്പോൾ ഇന്ന് ഇത്രയേ ഉള്ളൂ. അടുത്ത വീഡിയോയുമായി കാണുന്നതിലേക്കും ബൈ.